ഇതുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള പല സാധനങ്ങളും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് പുത്തൻ പോലെയാക്കി എടുക്കാൻ പറ്റും. എത്ര കറ പിടിച്ച ബാത്റൂം ആയാലും പുത്തൻ പോലെയാക്കി എടുക്കാൻ ഈ കൊക്കക്കോള മതി. എപ്പോഴും നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ഗ്ലൗസ് യൂസ് ചെയ്യണം. കാരണം നമ്മൾ എത്ര വൃത്തിയായി കൊണ്ട് നടക്കുന്ന ബാത്റൂം ആണെങ്കിലും ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാവും. ഗ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഡിസ്പോസിബിൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ക്ലീനിങ് കഴിഞ്ഞ ശേഷം അത് കളയാനും പറ്റും. എത്ര കറ പിടിച്ച വാഷ് ബേസിനായാലും ടോയ്ലറ്റ് ആയാലും അധികം ഉരച്ച് ബുദ്ധിമുട്ടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെട്ടിത്തിളങ്ങുന്നതാക്കാൻ പറ്റും. ഈ സൊല്യൂഷൻ പൈപ്പിലും വാഷ് ബേസിനിലും എല്ലാം ഒന്ന് തളിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും വാഷ് ബേസിനിലെ കറകൾ മുഴുവനായും മാറി കിട്ടുകയും ചെയ്യും. മാത്രമല്ല നല്ലൊരു തിളക്കവും കിട്ടുന്നത്. ബാത്റൂമിലെ പൈപ്പുകളും സോപ്പ് സ്റ്റാൻഡുമെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ബാത്റൂം പൈപ്പുകളിലും മറ്റും സോപ്പ് പൊതയൊക്കെ തെറിച്ച് പുള്ളി പിടിച്ച് നിറം മങ്ങിയായിരിക്കും ഇരിക്കുന്നത്. ഈ സൊല്യൂഷൻ അല്പം തളിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ചെടുത്താൽ മാത്രം മതി. എല്ലാം പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങുന്നത് കാണാൻ പറ്റും. നമുക്ക് ലൈവായിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. നമുക്ക് ഈ വാൾ ടൈലിലെയും എല്ലാ അഴുക്കുകളും മാറ്റി പുത്തൻ പോലെയാക്കി എടുക്കാം. ഈ ക്ലീനിങ് ബ്രഷിലേക്ക് സൊല്യൂഷൻ അല്പം ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് കാണാൻ പറ്റും ടൈലിലെ അഴുക്കുകളെല്ലാം തന്നെ മാറുന്നത്. നോക്കൂ, ടോയ്ലറ്റിലെ വാൾ ടൈലെല്ലാം എത്രമാത്രം ക്ലീൻ ആയിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ബാത്റൂമിലെ ബക്കറ്റ്, കപ്പ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. കൊക്കക്കോള കൊണ്ടുള്ള ഈ സൊല്യൂഷൻ അല്പം ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം തുണി കൊണ്ടൊന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി. ഈ ബക്കറ്റിലുള്ള വഴുവഴുപ്പെല്ലാം പോയി നല്ല രീതിയിൽ തന്നെ ഇത് ക്ലീൻ ആയി കിട്ടും. എപ്പോഴും ബക്കറ്റിൽ വെള്ളം നിറച്ച് വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വഴുവഴുപ്പ് ഉണ്ടാകുന്നത്. കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ബക്കറ്റ് ഡ്രൈ ആയിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എത്ര കറ പിടിച്ച ക്ലോസറ്റ് ആയാൽ പോലും നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. കൊക്കക്കോള കൊണ്ടുള്ള ഈ സൊല്യൂഷൻ മാത്രം മതി. ബ്രഷ് വെച്ച് ഒരുപാട് ബലമൊന്നും പിടിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മൾ ബാത്റൂം കഴുകാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതിനായിട്ട് മാത്രം മാറ്റി വെക്കണം. അതൊന്നും വേറെ ഒരു ക്ലീനിങ്ങിനും എടുക്കാൻ പാടില്ല. നമ്മൾ എത്ര കഴുകി വെച്ചാലും അതിലൊക്കെ ഒരുപാട് ബാക്ടീരിയ ഉണ്ടാവും. ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന സ്ക്രബ്ബറും ബ്രഷും ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വെയിൽ ഒളിക്കുന്നത് നല്ലതാണ്. ഇനി ഒരുപാട് കാശ് കൊടുത്ത ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ഒന്നും തന്നെ വാങ്ങണ്ട. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കണം. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ വ്യത്യാസം നല്ലതുപോലെ മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ചെയ്തു നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെൽ ഐക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക.